ജിന്നയുടെ ധിരാഷ്ട്രാവാദം നിങ്ങൾ അംഗീകരിക്കുമോ? മുഹമ്മദ് അലി ജിന്ന, ആ മുഹമ്മദ് അലി ജിന്നയുടെ ധിരാഷ്ട്രാവാദം നിങ്ങൾ അംഗീകരിക്കുമോ? ഇദ്ദേഹം ചോദിക്കാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-60 കൊല്ലായി. ഇന്ത്യ വേറെ പാകിസ്ഥാൻ വേറെ 10-60 കൊല്ലായി. ഇപ്പൊ ഈ കുരിയിൽ വന്നിട്ട് ഇദ്ദേഹം നമ്മളോട് ചോദിക്കുക, എന്താ നിങ്ങളുടെ അഭിപ്രായം, ധിരാഷ്ട്രാവാദത്തെക്കുറിച്ച്, വിഭജനത്തെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. കഴിഞ്ഞില്ല, ഇനി അഭിപ്രായം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പാകിസ്ഥാൻ വേറെയായി, ഇന്ത്യ വേറെയായി. എന്നാൽ ഇവിടെ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ആര് ശ്രമിക്കുന്നത്? സദറുദ്ദീൻ മൗലവി ശ്രമിക്കുന്നത്. കാരെന്താ? ആ കാലയളവിൽ, സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ചർച്ച വന്നു. അതിന് കാരണങ്ങളുണ്ട്. സദറുദ്ദീൻ മൗലവി ചരിത്രം പഠിക്കണം, ചരിത്രം മനസ്സിലാക്കണം. 2 വീക്ഷണങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യയായി തന്നെ ഉൾക്കൊള്ളണമെന്ന വാദം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ജിന്നയുടെ നേതൃത്വത്തിൽ വിഭജനം വേണം, മുസ്ലിമീങ്ങൾക്ക് വേറെ രാഷ്ട്രം വേണമെന്ന വാദമുണ്ടായിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 2 ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ട്. 2 ചിന്താഗതിക്കും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അബുൽ കലാം ആസാദിനെ പോലെയുള്ള ആളുകൾ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള ആളുകൾ വിഭജനത്തെ എതിർത്തവരാണ്. അവരൊക്കെ സലഫി പണ്ഡിതന്മാർ തന്നെയാണ്, മുജാഹിദ് പണ്ഡിതന്മാർ തന്നെയാണ്. രാഷ്ട്രീയപരമായ വീക്ഷണം, ആ വീക്ഷണത്തിൽ അവർക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ വിഭജനത്തെ അനുകൂലിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് മുസ്ലിം സമൂഹത്തിൽ മൊത്തത്തിലുണ്ടായ ഒരു ചിന്താഗതിയാണ്. അതിന്റെയൊക്കെ കാരണത്തെ സംബന്ധിച്ച് തെളിവുകൾ ഞാൻ ഉദ്ധരിക്കുന്നില്ല. മുസ്ലിം അല്ലാത്തൊരാൾ, ജമാഅത്തെ ഇസ്ലാമിക്കാരന് ആ കാലഘട്ടത്തിലെ ചരിത്രം മനസ്സിലായിട്ടില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ രാജ്മോഹൻ ഗാന്ധിയുടെ അണ്ടർസ്റ്റാൻഡ് ദ മുസ്ലിം മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിന്റെ 21-22 പേജുകൾ ഒന്ന് വായിച്ചു മനസ്സിലാക്കുക. അന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സ് 60 കൊല്ലം 10-63 കൊല്ലങ്ങൾക്ക് ശേഷം കുനിയിൽ വന്നിട്ട് എന്താ അഭിപ്രായം, വിഭജനത്തിന്റെ അഭിപ്രായം, വിഭജനം ശരിയോ തെറ്റോ, നിങ്ങളുടെ അഭിപ്രായം പറ എന്ന് പറയേണ്ട കാര്യം ജമാഅത്തുകാരാ നിനക്കില്ല. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ ചരിത്രമുള്ളവരാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ചരിത്രം. അവിടുന്ന് മാറി നിന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി, പുറകിൽ നിന്ന് കുത്തിയവരാണ് ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ മുന്നേറ്റത്തിന് പാരപെടുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. ഇനി ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളോട് എന്താണ് വിഭജനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ച ജമാഅത്തെ ഇസ്ലാമിക്കാര്, അത് ചോദിക്കാൻ നിനക്ക് എന്താ അവകാശം? അതെ, നിങ്ങൾക്ക് വിഭജനവാദം ഉണ്ടായിട്ടില്ലേ? അനുകൂലിച്ചിട്ടില്ലെങ്കിൽ ചോദിക്കട്ടെ, എന്തുകൊണ്ട് അബുൽ അല മൗദൂദി ഇന്ത്യ വിഭജിക്കപ്പെട്ടതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി? എന്തിന് ജിന്നയുടെ പുറകെ പോയി? എന്തിന് മുഹമ്മദ് അലി ജിന്നയുടെ പുറകെ പോയി? ഇവിടെ വന്ന് സദാചാരം പറയുന്നു, സദാചാരം പ്രസംഗിക്കുന്നു. എന്തിനാണ് അബുൽ അല മൗദൂദി സാഹിബ് വിഭജനാനന്തരം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയത്? ഇനി മാത്രമല്ല, പാകിസ്ഥാൻ ഭരണഘടനയിൽ മൗദൂദിയുടെ ഹുക്കൂമത്തെ ഇലാഹി എഴുതി ചേർത്തത് എന്തിനാ എഴുതി ചേർത്ത? ജമാഅത്തുകാരെ മറുപടി പറയും, ഞങ്ങൾക്ക് കേൾക്കണം. ഇന്ത്യ രാജ്യത്തുള്ള രാഷ്ട്രീയ സംഘടനകൾ, മുസ്ലിം സംഘടനകൾ, മുസ്ലിം സമൂഹങ്ങൾ, ആ സമൂഹത്തിനിടയിൽ 2 ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് പറയാൻ മുസ്ലിമീങ്ങൾക്ക് മടിയില്ല. അത് കേൾക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തുള്ള ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ മുസ്ലിമീങ്ങളുടെ മനഃശാസ്ത്രവും മാനസികാവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് അവർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിന്റെ ന്യായാന്യായങ്ങൾ സമർത്ഥിച്ചിട്ടുണ്ട്. ചരിത്രകാരനാണ് എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ചരിത്രം പഠിക്കണം, ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കണം. ഓമാനൂർ സുഹറാക്കൾ, മൂപ്പരുടെ ഓമാനൂർ സുഹതാക്കളെ, സ്വാതന്ത്ര്യ സമര പോരാളി, നമ്മുടെ ഓമാനൂർ സുഹതാക്കളെ, നമ്മുടെ അമ്മായി അല്ലല്ലോ, എല്ലാവരുടെ പേരെന്താ? അമ്മാളു കേസിൽപ്പെട്ട ആ ഓമാനൂർ സുഹതാക്കളാണ് മൂപ്പരുടെ മോഡൽ എന്നാ പറയുന്നത്. മൂപ്പര് പറയുന്നത് നമ്മുടെ മാതൃക ഓമാനൂർ സുഹതാക്കൾ എന്നാ. ഒന്ന് വായിച്ചു നോക്ക്, ഓമാനൂർ സുഹതാക്കളെ പാട്ടും മാലയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്താ കേസ് എന്നൊക്കെ പഠിച്ചിട്ട് പറഞ്ഞാൽ പോരെ. അദ്ദേഹം പറയുന്നത് ആരൊക്കെയാണ്? നമ്മുടെ ഇവിടുത്തെ ആ ഷെയ്ഖ്, ഈ ഷെയ്ഖ്, ആ സുഹതാക്കൾ, ഈ സുഹതാക്കൾ, പിന്നെ ഓമാനൂർ സുഹതാക്കൾ. ഈ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു പോകുമ്പോ മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ കുനിയിൽ വന്നിട്ട് എന്തിനാ വിഭജനം ചോദിക്കണത്? എന്തിനാ ധിരാഷ്ട്രവാദം ചോദിക്കണത്? എന്താ അഭിപ്രായം എന്ന് ചോദിക്കുന്നത്? അഭിപ്രായം വളരെ വ്യക്തമാണ്. 2 നിലപാടുണ്ടായിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിന്, 2 നിലപാട്. ആ നിലപാടുകൾ വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ? എന്തിനാണ് ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോയത് മൗദൂദി? എന്നിട്ട് പാകിസ്ഥാൻ ഭരണഘടനയിൽ എന്തിനാണ് ആ ഹുക്കൂമത്തെ ഇലാഹി എഴുതി ചേർത്തത്? ഇനി അവസാനം സാമ്രാജ്യത്വ വിരോധമാണല്ലോ. സാമ്രാജ്യത്വ വിരോധം കൊക്കക്കോളയിൽ മാത്രമേ സാമ്രാജ്യത്വ വിരോധമുള്ളൂ. മൗദൂദി എന്തിനാ പിന്നെ അമേരിക്കയിലേക്ക് പോയത്? എവിടുന്നാ മൗദൂദി മരിച്ചത്? അമേരിക്കയിൽ ബെഫലോ ഹോസ്പിറ്റലിൽ കിടന്നിട്ടാ മരിക്കുന്നത്. ആര്? മൗദൂദി. എന്താ മിണ്ടാത്തത് നിങ്ങൾ?
എന്താ മിണ്ട സാമ്രാജ്യത്വ വിരോധം, സാമ്രാജ്യത്വത്തിന്റെ കൊഴൂത്തുകാരനൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് സാമ്രാജ്യത്വത്തിന്റെ കൊഴലൂത്തുകൾ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോ എന്താ ഇത് പറയാത്തത്? മൗദൂദി എവിടുന്നാ മരിച്ചത്? അമേരിക്കൻ. എന്തിനാ പോയത്? ചികിത്സക്ക് പോയതാന്നാ പറയുന്നത്. ആയിക്കോട്ടെ, എന്തിനോ ആയിക്കോട്ടെ, ചികിത്സക്ക് പോയതാണ്. ഇന്ന് നാട്ടിൽ ചികിത്സയില്ലേ? അമേരിക്കൻ ചികിത്സ പത്തേ പറ്റുള്ളൂ. KFC തിന്നാൻ പാടില്ല, KFC തിന്നാൻ പാടില്ല ഒരു ഫത്വ. എന്തേ കാരണം? അമേരിക്കന്റെ ഫുഡാണെന്ന്. ശരി, അങ്ങനെ ഒരു ദിവസം KFCയുടെ മുന്നിൽ നോക്കുമ്പോൾ ഒരു ചങ്ങായി ഇങ്ങനെ, ഒരു കുട്ടി ഇങ്ങനെ ഓടിപ്പോവാണ് KFCയുടെ ഉള്ളിലേക്ക്. പിന്നെ ഒരു അമ്മാവൻ ബക്കറ്റ് വേണ്ട തിരിച്ചോടി വരുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ പരിചയമുണ്ടല്ലോ. അവസാനം നോക്കുമ്പോ ജമാഅത്ത് ഇസ്ലാമി ഉന്നത നേതാവ് ഗ്ലാസ് അടച്ച് വണ്ടിക്കാത്തിരിക്കാണ്. ഏയ്, കാറിന്റെ ഉള്ളിൽ KFC കഴിക്കാം അല്ലേ? അവിടെ അമേരിക്കൻ സാമ്രാജ്യത്തില്ല. എന്തിനാണ് ഈ രൂപത്തിൽ കപടത കാണിക്കുന്നത്? അപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അവര് പറയട്ടെ, എന്തിനാണ് മുഹമ്മദ് അലി ജിന്ന വാദിച്ചുണ്ടാക്കിയ, അൾട്രാ സെക്യുലറിസ്റ്റായ ആ മുഹമ്മദ് അലി ജിന്ന വാദിച്ചുണ്ടാക്കിയ ഒരു ടൈപ്പ് റൈറ്ററെയും അതുപോലെ തന്നെ ഒരു ടൈപ്പ് ചെയ്യുന്ന മെഷീനും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വാങ്ങിയെടുത്തു എന്ന് പറഞ്ഞ ആ പാകിസ്ഥാനിലേക്ക് മൗദൂദി പോയത്? എന്തിനാണ് പാകിസ്ഥാൻ ഭരണഘടനയിൽ ഹുക്കുമത്തെ ഇലാഹി എഴുതി ചേർത്തത്? അതുപോലെ തന്നെ എന്തിനാണ് മൗദൂദി സാഹിബ് അവസാനം അമേരിക്കയിലേക്ക് പോയത്?